നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ സാർ? നിങ്ങളുടെ മുഖ്യമന്ത്രി കേരളത്തിൽ നിയമസഭയിൽ പറഞ്ഞു, ഒരു പയ്യൻ തൃശ്ശൂരിൽ വന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ ജപ്പാനേക്കാൾ, ആരെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അല്ലേ, ജപ്പാനേക്കാൾ മനോഹരമായിരിക്കുന്നു കേരളത്തിലെ റോഡുകൾ എന്ന് അദ്ദേഹം മലയാളി കൊണ്ട് ആദ്യം കൃത്യമായി ചെയ്ത ഏതാ പണി എന്താ? മിന്നൽ മാജിക് എന്ന് ഗുർണാണി വെള്ളത്തിന് പേരിടാനല്ലാതെ ഈ പ്രബുദ്ധ മലയാളിയുടെ കഴിവിനെ നിങ്ങൾ എവിടെ ഉപയോഗിക്കും? നിങ്ങളുടെ സർക്കാരിനെ ഈ ഉഷ്ണം വന്ന സമയത്ത് ഇസ്രായേലും അമേരിക്കയും യുദ്ധം നടത്തിയ സമയത്ത് ഇൻഡക്ഷൻ കുക്കർ മേടിച്ചതിന്റെ പേരിലാണ് ഇവിടെ കറന്റ് പ്രശ്നം ഉണ്ടായത് എന്ന് പറഞ്ഞ ഒരു ഗുണശേഖരൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഞാൻ കേട്ടു. അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല ചർച്ചയിൽ. എനിക്ക് ചോദിക്കാനുള്ളത് അരുണിനോട്, ഇപ്പം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മറ്റാരുണ്ട് LDF എന്ന് പറഞ്ഞ വലിയ വലിയ ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. ആ ബോർഡിൽ ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ, പിണറായി വിജയൻ എന്നുള്ള നേതാവിന്റെ, മുഖ്യമന്ത്രിയുടെ മുഖം മാത്രമേ ഉള്ളൂ. സംശയിക്കേണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ബ്രിട്ടനിലെ ഏറ്റവും വലിയൊരു പത്രമല്ലേ ടൈംസ് പത്രം എഴുതിയ ഒരു വാചകമുണ്ട്. ഏതാ? അതിദരിദ്ര സർവേ നടത്തി നമ്മൾ അതിദാരിദ്ര്യത്തെ അതിജീവിച്ചപ്പോ കാലത്തിന്റെ ചവിറ്റുകൊട്ടിയിലേക്ക് അതിദാരിദ്ര്യത്തെ തള്ളിവിട്ടൊരു പ്രദേശം ലോകത്തുണ്ട്, അതിന്റെ പേര് കേരളമാണ് എന്ന് ടൈംസ് പത്രം എഴുതി. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രം വാഷിംഗ്ടൺ പോസ്റ്റ് എന്താണെന്ന് എഴുതിയത്? എ കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ്, എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് കൊടുക്കുന്ന ലോകത്തിലെ ഏക പ്രദേശമായി കേരളം മാറുന്നതിനെ കുറിച്ച് എഴുതുകയാണ്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അത് സുസ്ഥിര വികസന സൂചികയിലും മറ്റു മേഖലയിലൊക്കെ വലിയ മാറ്റമുണ്ട്. 1-ാം നമ്പറാണ്. അതുകൊണ്ട് ഞങ്ങളോട് കളിക്കണ്ട, ഞങ്ങൾ ആരാ മോൻ എന്ന് പറഞ്ഞു. ചോദിക്കട്ടെ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, കാർഷിക മേഖലയിൽ സമ്പൂർണ്ണമായിട്ടുള്ള വിജയം കൈവരിച്ച് ജനങ്ങളെ ത്രസിപ്പിച്ചിട്ടുണ്ട് കർഷകരെ എന്ന് ആർക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഡിസംബറിൽ കൊയ്ത നെല്ലിന്റെ അത് ആ സപ്ലൈകോ എടുത്തതിന്റെ കാശ് മാർച്ചിലെങ്കിലും കൊടുക്കാലോ ആര്യ. അപ്പൊ എന്താ അത് കൊടുക്കാത്ത? വെറും വാഗ്ദാനം കിട്ടുകയല്ല. അതുകൂടെ മനസ്സിലായില്ലേ? ഞാൻ വിതച്ച വിത്ത്, ഞാൻ കൊയ്ത്, ഞാൻ അത് ചാക്കിൽ മുട്ടി, ഞാൻ അത് സപ്ലൈകോയിൽ വിൽക്കുമ്പോ അത് എത്ര കിൻഡലാന്ന് നോക്കി കഴിഞ്ഞാൽ കിൻഡലിന്റെ കാശ് അപ്പൊ തന്നെ എടുത്തു കൊടുക്കുന്ന അങ്ങനെയുള്ളൊരു പ്രാപ്തിയുള്ള ഒരു കാർഷിക മന്ത്രി ഈ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെ കുറവെന്ന് വിളിക്കണോ അതോ അതിനെ കൂടുതൽ എന്ന് വിളിക്കണോ എന്ന് ആരും ഒന്ന് പറയണം. ജിൻഡോ ജോൺ പറഞ്ഞ ഒരു മന്ത്രി, ഞാൻ ചിഞ്ചുറാണി മാഡം, ചിഞ്ചുറാണി മന്ത്രിയായതിനു ശേഷം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ത് കാര്യത്തിന് ആര്യ? 3 കാര്യത്തിന് അവർ പ്രത്യക്ഷപ്പെടാറുള്ളൂ. എന്താണെന്നറിയോ? ചുവപ്പ് കളർ കവറിന്റെ പാലിന്റെ വില ₹1.25 കൂട്ടി, നീല കളർ കവറിന്റെ പാലിന്റെ വില ₹1.10 കൂട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ കന്നുകുട്ടി പരിപാലനം അടക്കമുള്ള സുനന്ദിനി അടക്കമുള്ള പദ്ധതികളുടെ ക്ഷീര കർഷകരെ സംരക്ഷിച്ചിരുന്ന സർക്കാർ ഉണ്ടായിരുന്ന ഈ കേരളത്തിൽ നിന്ന് 10 വർഷം കൊണ്ട് അത് പരിപൂർണമായി മാറ്റി അത് ക്ഷീര കർഷകന് കിട്ടാത്ത രീതി ഉണ്ടാക്കിയതെ കുറിച്ച് അരുൺകുമാറിന് അറിയാമോ? അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. 30,000 മുതൽ 40,000 രൂപ ക്ഷീര കർഷകന് കിട്ടിയിരുന്ന സബ്സിഡിയിൽ നിന്ന് 14,000 താഴെയാക്കുകയും അത് കൊടുക്കാതിരിക്കുകയും കുറിച്ച ചരിത്രത്തെ അരുൺകുമാർ പഠിച്ചിട്ടുണ്ടോ? വികലാംഗ പെൻഷൻ അടക്കം, കെട്ടിട നികുതി തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ അടക്കം, തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ അടക്കം, മോട്ടോർ വാഹന തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ അടക്കം വർഷങ്ങളോളം മുടങ്ങിയതെ കുറിച്ചും അരുൺകുമാർ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മരുന്നിന്റെ കാര്യം പറഞ്ഞു അരുൺകുമാറെ, നിങ്ങളുടെ തന്നെ നിരവധി ഉദ്യോഗസ്ഥന്മാരുടെ കണക്കുകളും നിങ്ങളുടെ തന്നെ സർക്കാരിന്റെ കണക്കുകളും വെച്ചാൽ എത്ര ലക്ഷം കോടി രൂപയാണെന്ന് അറിയാമോ മരുന്നുകൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ളത്? കോഴിക്കോട് ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ, എല്ലാ മെഡിക്കൽ കോളേജുകളിലും മരുന്നിന്റെ ക്ഷാമമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാത്തവരാണോ കേരളത്തിലെ സമൂഹം? എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ 1-ാം നമ്പർ എത്തിയെന്ന്? പാട്ടി കടിച്ചാൽ ഈ സമൂഹത്തിനകത്ത് മരുന്നില്ലാത്ത കാര്യമുണ്ട്. നിങ്ങൾക്ക് സ്റ്റണ്ട് ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളുണ്ട്. ഹൃദയാഘാതം വന്നാൽ പൈക്കിളിന്റെ വാൽ ട്യൂബ് ഇടാൻ പറ്റില്ല അരുൺകുമാറെ, അദ്ദേഹത്തെ സ്റ്റണ്ട് തന്നെ വേണം. ഹൃദയാഘാതം വന്നാൽ പൈക്കിളിന്റെ വാൽ ട്യൂബ് ഇടാൻ പറ്റില്ല അരുൺകുമാറെ, അദ്ദേഹത്തെ സ്റ്റണ്ട് തന്നെ വേണം. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? ആരോഗ്യ മേഖലയിൽ 1-ാം നമ്പർ എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ ബഹുമാനപ്പെട്ട വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റും നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കുന്നു. കേരളത്തിലെ ഹെൽത്ത് സെന്ററുകളിലും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളൊക്കെ നിങ്ങൾ 1-ാം നമ്പറായി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് അത് അനുഭവത്തിൽ വരുന്നിടത്താണ് യഥാർത്ഥത്തിൽ 1-ാം നമ്പർ ആകേണ്ടത്. ചോദിക്കട്ടെ അരുൺകുമാർ, എന്തിനാണ് നഴ്സുകൾ, സാധാരണക്കാരായിട്ടുള്ള നഴ്സുമാർ ഇന്നും കേരളത്തിൽ സമരം ചെയ്യുന്നത്? എന്താണെന്നറിയോ? അടിസ്ഥാന ശമ്പളം പ്രൈവറ്റ് ആശുപത്രിയുമായി ചർച്ച ചെയ്ത് അത് കൃത്യമായി നഴ്സുമാർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് മാലാകമാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒരു രസമാണ് ഇവിടെ. നിങ്ങളുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യമന്ത്രി പ്രൈവറ്റ് ആശുപത്രികളുമായി വിളിച്ച് കൃത്യമായി കൈകാര്യം ചെയ്ത് ആ പാവങ്ങൾ സമരം ചെയ്യുന്നതിന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്തേ നിങ്ങൾക്ക് പ്രാപ്തിയില്ലാത്തതിന്? അതിന് ഞങ്ങൾ കഴിവെന്ന് വിളിക്കണോ? ആശാ വർക്കർമാർ 285 ദിവസത്തോളം കേരള സർക്കാരിന്റെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കിടന്നതിന് എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഈ PR വർക്കിന് ചെലവാക്കിയ കോടിക്കണക്കിന് ഉറുപ്പിയുടെ ഒരു വിഹിതം ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? അത് ഉത്തരം പറ.
നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ സാർ, നിങ്ങളുടെ മുഖ്യമന്ത്രി കേരളത്തിൽ നിയമസഭയിൽ പറഞ്ഞു ഒരു പയ്യൻ തൃശ്ശൂരിൽ വന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ ജപ്പാനേക്കാൾ, ആരെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അല്ലേ, ജപ്പാനേക്കാൾ മനോഹരമായിരിക്കുന്നു കേരളത്തിലെ റോഡുകൾ എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന്. നുണ എന്നൊക്കെ പറഞ്ഞാൽ അധികമായി പോയാൽ കുറവായി പോകും. അതിന്റെ മാക്സിമം എന്താണ് പറയാൻ, ജപ്പാനേക്കാൾ നല്ലതാണോ? തണ്ടലൊടിഞ്ഞ് മുതുകൊടിഞ്ഞ് നടുവൊടിഞ്ഞ് വണ്ടിയുടെ ആക്സിലും സ്റ്റീറിംഗ് ഒടിഞ്ഞ് കിടക്കുന്ന ഈ കേരളത്തിലെ റോഡുകൾ ബെസ്റ്റ് അല്ലേ? നിങ്ങൾ മലയാളി കൊണ്ട് ആദ്യം കൃത്യമായി ചെയ്ത ഏതാ പണി എന്താ? മിന്നൽ മാജിക് എന്ന് ഗുർണാണി വെള്ളത്തിന് പേരിടാനല്ലാതെ ഈ പ്രബുദ്ധ മലയാളിയുടെ കഴിവിനെ നിങ്ങൾ എവിടെയാ ഉപയോഗിച്ചിട്ടുള്ളത്? ഏത് മേഖല? നിങ്ങളുടെ 20 മന്ത്രിമാരുടെയും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുക്ക് മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA ഇങ്ങനെ നടമാടിയല്ലേ? കാലത്ത് പത്രം എടുക്കാൻ പറ്റുമോ? ആര്യെ? അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, ചേട്ടൻ ചേച്ചിയെ കൊല്ലുന്നു, ചേച്ചി ചേട്ടനെ കൊല്ലുന്നു, കാമുകൻ കാമുകിയെ കൊല്ലുന്നു, കാമുകി കാമുകനെ കൊല്ലുന്നു, ഉന്തുന്നു, തള്ളുന്നു, വെട്ടിക്കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു, ബോംബെറിഞ്ഞു കൊല്ലുന്നു, വണ്ടി ഇടിച്ചു കൊല്ലുന്നു. ഇന്ന് കാലത്ത് നിങ്ങളുടെ പത്രം റിപ്പോർട്ട് ചെയ്ത്, നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്തു, ഒരുത്തൻ ചെറിയച്ഛനെ ഇടിക്കാൻ നോക്കി, അമ്മയെ തല്ലി, അമ്മയെ വെട്ടി കൊല്ലാൻ നോക്കി. ഇതൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് എന്റെ തല കുനിച്ചിരിക്കുകയെന്നോ ആര്യ? ഇതിന് ഞങ്ങളെ കഴിവെന്ന് വിളിക്കണോ, കഴിവുകേടെന്ന് വിളിക്കണോ? പോയി ചത്തുടടാ. ഇവരുടെ സർക്കാർ കുടിവെള്ളക്ഷാമമില്ലേ ആര്യ? അല്ല, കേരളത്തിൽ കുടിവെള്ളക്ഷാമമില്ലേ ആര്യ? കേരളത്തിൽ കറണ്ട് ബില്ലിന്റെ പ്രയാസം ആര്യ 4 ദിവസം മുൻപ് ചർച്ച ചെയ്തില്ലേ? കേരളത്തിൽ കറണ്ടിന്റെ പ്രശ്നം 4 ദിവസം മുൻപ് ആര്യ ചർച്ച ചെയ്തില്ലേ? അത് പ്രയാസമല്ലേ ആര്യ? എന്തുകൊണ്ടാണ് ഇവരുടെ സർക്കാരിനെ ഈ ഉഷ്ണം വന്ന സമയത്ത്, ഇസ്രായേലും അമേരിക്കയും യുദ്ധം നടത്തിയ സമയത്ത് ഇൻഡക്ഷൻ കുക്കർ മേടിച്ചതിന്റെ പേരിലാണ് ഇവിടെ കറണ്ട് പ്രശ്നം ഉണ്ടായത് എന്ന് പറഞ്ഞ ഒരു ഗുണശേഖരൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഞാൻ കേട്ടു. അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല ചർച്ചയിൽ. ഉണ്ടെങ്കിൽ എനിക്ക് 4 വർത്തമാനം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കർ 24 ലക്ഷം ആയതുകൊണ്ട് അത്ര കേരളത്തിലെ മന്ത്രിക്ക് കറണ്ട് കൂടുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്? എന്താണ് ആര്യ പറയുന്നത്? ഒരു മന്ത്രിസഭയിലെ മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയ്ക്ക് ഈ കേരളത്തിനകത്ത് ചൂട് കൂടുന്ന സമയത്ത് ഇത്രയൊക്കെ ഉപയോഗം ഉണ്ടാകുമെന്ന് മുൻകാഴ്ചയോടുകൂടി കണ്ട് അത് പ്രായോഗികമായി പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ കഴിവെന്ന് വിളിക്കണോ, കഴിവുകേടെന്ന് വിളിക്കണോ എന്ന് ആര്യ പറ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?